ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കീബോർഡ് ടൈപ്പിംഗ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം ഇംഗ്ലീഷും മലയാളവും നമുക്ക് അടിപൊളിയായിട്ട് ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിൽ വോയിസ് ടൈപ്പിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. മലയാളം കീബോർഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കീബോർഡ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങൾ മംഗ്ലീഷ് കീബോർഡ് എന്ന് അടിച്ചാൽ മതി, അപ്പോൾ ലഭിക്കുന്നതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓപ്പൺ കൊടുക്കുക. അതിനുശേഷം നമുക്ക് എനേബിൾ മംഗ്ലീഷ് കീബോർഡ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യുക. മാനേജ് കീബോർഡ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരും. മംഗ്ലീഷ് കീബോർഡ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഓക്കെ കൊടുക്കുക. ചൂസ് മംഗ്ലീഷ് കീബോർഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മംഗ്ലീഷ് കീബോർഡ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ കീബോർഡ് ഈസ് ആക്റ്റീവ് എന്ന് എഴുതി കാണിച്ചു. കസ്റ്റമൈസ് കീബോർഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മംഗ്ലീഷ് കീബോർഡിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് കയറി വരാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷനിൽ ഹോം ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ട്രൈ ഇറ്റ് ഔട്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് എളുപ്പത്തിൽ മലയാളം എഴുതാം ഞാൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ ഞാൻ എന്നായിട്ട് വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ മലയാളം ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യണം. ആ മംഗ്ലീഷിൻ്റെ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പച്ച തെളിഞ്ഞാണെന്നാണ് അങ്ങനെ വരണം. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ എന്ന് എഴുതാണ്. കണ്ടോ, ഞാൻ എന്ന് വന്നു. ഇനിയിപ്പോൾ ആ ഓപ്ഷൻ ഡിസേബിൾ ചെയ്തതിന് ശേഷം ഞാൻ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ ഞാൻ എന്ന് എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഉള്ള ഓപ്ഷനുകൾ ഇവിടെ നിന്ന് നമുക്ക് തീമുകൾ സെലക്ട് ചെയ്യാം. കീബോർഡിൻ്റെ തീമുകൾ നമുക്ക് ഇതിൽ നിന്ന് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്യാം. ഫോട്ടോസ് ഉള്ള തീമുകളും അവൈലബിൾ ആണ്, കളേഴ്സുള്ള തീമുകളും അവൈലബിൾ ആണ്. നമുക്ക് ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടും തീമുകളും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുറേ ഓപ്ഷനുകളുണ്ട്. ഇമോജിസ് റോ, കീബോർഡിൻ്റെ ഹൈറ്റ്, എടുത്ത് വൈബ്രേറ്റ്, എല്ലാ കാര്യങ്ങളും നമുക്ക് റെഡിയാക്കാം. പിന്നെ കീബോർഡിലത്തെ ഓരോ അക്കങ്ങളിലും ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള സൗണ്ട്, ആ എഫക്റ്റ് കൊടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. അതിനൊക്കെയുള്ള ഓപ്ഷനുകളാണ് ഈ കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള നമ്മളുടെ ആഡ്സ് വരുന്നുണ്ട്, കാരണം നമ്മളിത് ഫ്രീ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ. പിന്നെ ഇതിൽ വോയിസ് ടൈപ്പിംഗ് ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഹൗ ടു യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് വളരെ ഉപകാരപ്പെട്ടുള്ള ഒരു ഓപ്ഷൻ. ഈ ഹൗ ടു യൂസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എങ്ങനെയാണ് നമ്മൾ ഈ കീബോർഡ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള A to Z വരെയുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് ഫുൾ കാര്യങ്ങളും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെയും നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് മംഗ്ലീഷിൻ്റെ പ്രീമിയം എടുക്കാം. അതെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഓപ്ഷനുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനിയിപ്പോൾ വോയിസ് ടൈപ്പിങ്ങിൻ്റെ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. നമ്മളിപ്പോൾ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അത് വർക്കിംഗ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും എനേബിൾ ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ളതല്ല. ഞാനിപ്പോൾ ഓൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് വരുമ്പോൾ തന്നെ അതിൽ എനേബിളായിട്ട് കിടക്കണ്ടാവും. നമുക്ക് ഇതിലത്തെ വോയിസ് ടൈപ്പിംഗ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ടൈപ്പിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആ മൈക്രോഫോൺ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സംസാരിക്കും എന്ന് എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതെല്ലാം അവിടെ ടൈപ്പായിട്ട് വരുന്നതാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇത്തരത്തിൽ ടൈപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വോയിസ് റെക്കോർഡ് ആകുന്നില്ല. മറ്റേ ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് വോയിസ് എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ അപ്പോൾ തന്നെ ടൈപ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സംസാരിക്കൂ എന്ന് എഴുതി കാണിച്ചുകൊണ്ടേയിരിക്കും നമ്മളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാം. സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഓപ്ഷൻ ക്യാൻസലായിട്ട് മാറുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ ഇമോജീസ് എല്ലാ കാര്യങ്ങളും തന്നെ വരുന്നുണ്ട്, എല്ലാ ഓപ്ഷനുകളും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി കീബോർഡാണ്. ഇനിയിപ്പോൾ നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് ടെക്സ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി കീബോർഡാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.